കാരിരുമ്പിനോളം കട്ടിയുള്ള മനസ്സുപോലും നെയ്യുപോലെയുരുകുന്ന ശിവസന്നിധാനം. കറുത്തിരുണ്ട തിന്മയുടെ കാർമേഘങ്ങൾക്കിടയിലും ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഈ ദിവ്യ സന്നിധാനം. ഭാരതത്തിന്റെ പൈതൃകവും തനിമയും കാത്തുസൂക്ഷിക്കുവാൻ തലയെടുപ്പോടെ നിൽക്കുന്ന 12 മഹേശ്വര വിസ്മയങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ. മനുഷ്യജന്മത്തിൽ ലഭ്യമാകുന്ന പരമോന്നതമായ പുണ്യം, അതാണ് ഈ 12 ജ്യോതിർലിംഗ ദർശനം. ഹിമമണിഞ്ഞു നിൽക്കുന്ന വടക്കൻ മഹാപർവ്വതം മുതൽ അലതല്ലിത്തിമിർക്കുന്ന തെക്കൻ മഹാസമുദ്രം വരെ പലയിടങ്ങളിലായി ഈ പ്രഭാമയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഭാരത പൈതൃകം വിളിച്ചോതുന്ന പൗരാണിക പ്രസക്തിയുള്ള മഹാക്ഷേത്രങ്ങൾ. ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ നിലകൊള്ളുന്ന സോമനാഥൻ, ജാർഖണ്ഡിലെ വൈദ്യനാഥൻ, ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥൻ, ഗുജറാത്തിലെ നാഗേശ്വരൻ, ഹിമാലയത്തിലെ കേദാരനാഥൻ, ആന്ധ്രാപ്രദേശിലെ മല്ലികാർജുനൻ, ഉജ്ജയിനിയിലെ മഹാകാലേശ്വരൻ, മധ്യപ്രദേശിലെ ഓംകാരേശ്വരൻ, മഹാരാഷ്ട്രയിലെ ഭീമാശങ്കരൻ, കൃഷ്ണേശ്വരൻ, ത്രയംബകേശ്വരൻ എന്നീ 3 ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടിലെ രാമേശ്വരൻ എന്നിവയാണ് ഈ 12 വിസ്മയ തീർത്ഥ കേന്ദ്രങ്ങൾ. ബ്രഹ്മകുമാരീസിന്റെ 12 ജ്യോതിർലിംഗ ദർശനം ഓരോ പ്രദേശങ്ങളിലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദർശന വിസ്മയമൊരുക്കുന്ന ഒരു ദൈവ കാരുണ്യം തന്നെയാണ്. അനാഥത്വവും അരക്ഷിതത്വ ബോധവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖിതരും നിരാശരുമായ ഭക്ത മനസ്സുകളിൽ നിന്ന് പ്രത്യാശയുടെ ആനന്ദ കണ്ണീരൊഴുക്കിച്ച മഹായജ്ഞം. ജ്യോതിർലിംഗങ്ങളുടെ ദർശനം ചെയ്ത ജനലക്ഷങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്നകറ്റുവാനാകാതെ ഓർമ്മയുടെ ചെപ്പിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ ദിവ്യാനുഭവം. ഭൂമിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന ധർമ്മത്തിന്റെ തേജസ്. ഇവിടെ അർഹതയുള്ളവർക്ക് ആ പ്രകാശം തീർച്ചയായും ലഭ്യമാകുന്നു. ഈ ദർശനത്തിനെത്തുന്നവർ പല വിധത്തിൽപ്പെട്ടവരാകുന്നു. വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി വരുന്നവർ, ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി വരുന്നവർ, എന്തെങ്കിലും ഉപകാരമുണ്ടാകും എന്ന് കരുതി വരുന്നവർ, പിന്നെ ഈ മഹദ് ഉദ്യമത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിന്റെ പൂർണ്ണ ലാഭമെടുക്കുവാനായി വരുന്നവർ. അവർക്ക് ഈ ദൈവസന്നിധിയിൽ വെച്ച് അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ അപൂർവം വരുന്ന അത്തരം മനുഷ്യാത്മാക്കളെയാണ് ഈശ്വരനായ പിതാവ് ഇവിടെ കാത്തിരിക്കുന്നത്. ശ്രീകോവിൽ ദർശനത്തിനു ശേഷം ഒരുക്കിയിരിക്കുന്ന ചിത്രപ്രദർശനിയും ധ്യാനമുറിയും വീഡിയോ തിയേറ്ററുമെല്ലാം അത്തരം അപൂർവ ആത്മാക്കൾക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുവാനുള്ള ചവിട്ടുപടികളായി തീരും എന്നത് തീർച്ച. കറുത്തിരുണ്ട മേഘങ്ങൾ മഴയായി പെയ്ത ശേഷം ആകാശം തിളങ്ങി തെളിയുന്ന പോലെ തേങ്ങുന്ന മനസ്സുമായി ഇവിടെ വന്നെത്തിയവരെല്ലാം ഇവിടം വിട്ടു പോകുമ്പോൾ ജീവിതത്തിലൊരു പുതിയ അർത്ഥം കണ്ടുപിടിച്ച് സന്തോഷത്തിലായിരിക്കും. ദർശനം ചെയ്തവർ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരിയിൽ നിൽക്കുന്ന കാഴ്ചകളും, ദിവസേന രാവിലെയും വൈകുന്നേരവും മുറ പോലെ വന്ന് ദർശനം ചെയ്യുന്നവരുടെ തിരക്കും, അവസാന ദിവസം കഴിഞ്ഞ് ഞങ്ങൾ യാത്രയാകുമ്പോൾ എല്ലാം തീർന്നോ എന്ന് ചോദിച്ചു വരുന്നവരും, അങ്ങനെ ഹൃദയാന്തരങ്ങളിൽ സ്പർശിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഒരിടത്ത് അവസാനിച്ച് മറ്റൊരിടത്തേക്ക് ഈ ദർശനമേള യാത്ര ചെയ്യുമ്പോൾ
ഓരോ നാട്ടിലും നിറഞ്ഞു നിന്നിരുന്ന പ്രാർത്ഥന ഇത് വീണ്ടും ഇവിടെ തിരിച്ചു വരണമേ എന്നതായിരുന്നു. ഈ മഹാസേവനയജ്ഞത്തെ ഊണിലും ഉറക്കത്തിലും കൊണ്ടുനടന്ന് പരിപാലിക്കുന്ന മഹാരഥന്മാരെ എത്ര വാഴ്ത്തിയാലും മതിയാകില്ല. അവരുടെ ദേശാടനങ്ങൾക്ക് പകരം വയ്ക്കുവാൻ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലതാനും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ പിതാവായ ദിവ്യ ജ്യോതിസിനെ ആരാധിക്കുവാനായി ദ്വാപരയുഗത്തിൽ പ്രതിഷ്ഠിച്ച 12 ജ്യോതിർലിംഗങ്ങൾ യഥാർത്ഥ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്നു കാണാനാകാത്ത ജനകോടികൾക്ക് സമരൂപത്തിൽ നിർമ്മിച്ച ഈ ദിവ്യ ജ്യോതിർലിംഗങ്ങൾ യഥാർത്ഥത്തിൽ മഹാഭാഗ്യമാണ് നൽകുന്നത്. ഈ മഹാഭാഗ്യം നമുക്ക് നൽകിയ പരംപിത പരമാത്മാവിനും പരമാത്മാവിന്റെ വിശ്വവിദ്യാലയത്തിനും ഉള്ളു തുറന്ന് കൃതജ്ഞത നേരാം. तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि